അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 12ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുസ്സാനി അഷർ 12ാമത്തെ പാഠം അത്വആമുൽ മുബാറക്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഭക്ഷണം ധാരാളം കഴിക്കുന്നു, പക്ഷേ വയറ് നിറയുന്നില്ല. സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ തനിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? സ്വഹാബികൾ, അതെ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, എങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കോ, ബിസ്മി ചൊല്ലോ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു. അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി. ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. ഭോജന മര്യാദകൾ പാലിക്കൽ ശുക്രിന്റെ ഭാഗമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകളെയാണ് ഭോജന മര്യാദകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില അദബുകൾ. കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഇരു കൈകളും വായയും കഴുകുക. തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഇരുന്ന് കഴിക്കുക. വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ചൊല്ലുക. ഒന്നിച്ചിരുന്ന് കഴിക്കുക. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ, ഈ ബോക്സിലുള്ളത് നല്ലവണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ത്വആം ഭക്ഷണം, ഷിമാൽ ഇടത്, ഷരിബ കുടിച്ചു, ഷറാബ് പാനീയം, അദബ് മര്യാദ, യമീൻ വലത്, അൽഹംദുലില്ലാ എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്, ബർക്കത്ത് വളർച്ച അഭിവൃദ്ധി. അടുത്ത പ്രവർത്തനം നഖ്റഉ വനൻസഖ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് പകർത്തി എഴുതാനുള്ളതാണ്. ഓരോ വാക്കുകളും 2 പ്രാവശ്യം എഴുതണം. കഴിക്കുക, ഭക്ഷണം, അനുഗ്രഹം, മര്യാദ, ഉണ്ടാവുക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്. സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ആ സന്ദർഭം വ്യക്തമാക്കണം. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഭക്ഷണം ധാരാളം കഴിക്കുന്നു, പക്ഷേ വയറ് നിറയുന്നില്ല എന്ന സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നിങ്ങൾ തനിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു. അവർ അതെ എന്ന് മറുപടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ബിസ്മി ചൊല്ലുകയും ചെയ്യുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും എന്ന്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. 1. ഭോജന മര്യാദകൾ ഏതെല്ലാം? ഉത്തരം: തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഇരുന്ന് കഴിക്കുക. വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ചൊല്ലുക. ഒന്നിച്ചിരുന്ന് കഴിക്കുക.
തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ വാക്യങ്ങൾ നിർമ്മിക്കണം. അവിടെ ബോക്സിൽ കുറച്ചു വാക്കുകൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥവത്തായ വാക്യങ്ങൾ നിർമ്മിക്കണം. ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കൂ. മുമ്പ്, കൈ, ഭക്ഷണം, അനുഗ്രഹം, വലത്, കഴിച്ചു, വായ, കഴുകുക, ശേഷം, ഇടത്, ചെയ്യും, കഴിക്കുക, അള്ളാഹുവിൻ്റെ, കുടിക്കുക. വലത് കൈ കഴുകുക എന്ന ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കിപ്പോൾ വാക്യങ്ങൾ നിർമ്മിക്കാം. ഇടത് കൈ കഴുകുക, വായ കഴുകുക, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു അനുഗ്രഹം ചെയ്യും. വലത് കൈ കൊണ്ട് കുടിക്കുക, ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുക. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നുറത്തിബ്, ക്രമത്തിലാക്കി എഴുതാം. ഈ പാഠത്തിൽ നാം പഠിച്ച ഒരു ദിക്റിനെ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ക്രമത്തിലാക്കി എഴുതണം. അപ്പോൾ നോക്കൂ. അത്റമനി മിൻ ഗൈരി വലാ ഖുവ്വത്തിൻ അൽഹംദുലില്ലാഹി ഹൗലിൻ മിന്നി വറസഖനീഹി അല്ലദി ഹാസാ. ഈ പദങ്ങൾ കേട്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഇത് ഏത് ദിക്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതെ, ഭക്ഷണം കഴിച്ചതിനു ശേഷം ചൊല്ലേണ്ട ദിക്റാണ് ഇങ്ങനെ മാറി മാറി കൊടുത്തിരിക്കുന്നത്. ആദ്യമായി ഏതാണ് വരേണ്ടത്? അതെ, അൽഹംദുലില്ലാഹി. രണ്ടാമത്തത് ഏതാണ്? അല്ലദി. മൂന്നാമത്തത് ഏതാണ്? അത്റമനി. നാലാമത്തത് ഏതാണ്? ഹാദാ. അഞ്ചാമത്തത് ഏതാണ്? വറസഖനീഹി. ആറാമത്തത് ഏതാണ്? മിൻ ഗൈരി. ഏഴാമത്തത് ഏതാണ്? ഹൗലിൻ മിന്നി. എട്ടാമത്തത് ഏതാണ്? വലാ ഖുവ്വ. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.